വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണ്. നമ്മളെല്ലാവരുടെയും വീട്ടിൽ സാധാരണ കാണുന്ന ഒരു വിഭവമാണ് വാഴക്കൂമ്പ്. ഇത് വെച്ചിട്ടൊരു പക്കവടയാണ് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ഉള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പ് ഉള്ളി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, കൂടാതെ വാഴക്കൂമ്പ് അരിഞ്ഞത് 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി പൊടിയായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിലേക്ക്. ഇനി ഒരു 2 ടീസ്പൂൺ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ അരിപ്പൊടി, പിന്നെ ഒരു 5 ടീസ്പൂൺ മൈദ, ഇനി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായി ഞരടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കളർ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി യോജിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ കൂട്ടൊന്ന് പാകമാക്കിയെടുക്കണം. ഇപ്പോൾ നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മിക്സ് കുറച്ചായി എടുത്ത് സ്പൂണിലെടുത്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഫസ്റ്റ് ട്രിപ്പ് മുഴുവനായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സാവധാനം വേവിച്ചെടുക്കാം. ഈ പക്കോടയിൽ നമ്മൾ ചേർത്തിട്ടുള്ള വാഴക്കൂമ്പ് ശരിക്കും ഈ ഓയിൽ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പക്കോടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൻ്റെ 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മിക്സ് കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ നല്ല ചൂട് വാഴക്കൂമ്പ് പക്കവട റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ വിഭവം തയ്യാറാക്കിയെടുക്കാം. എന്നാൽ സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്